നമുക്ക് നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കിയാലോ. സാധാരണ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കുമ്പം നമ്മൾ അതിലേക്ക് നാട്ടുമാങ്ങ എന്ന് പറയുന്ന ചെറിയ മാമ്പഴമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു മാങ്ങയായിരുന്നു. ഒത്തിരി വലിയ സൈസിലുള്ള മാങ്ങയല്ല, എന്നാൽ ഒത്തിരി ചെറുതുമല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം, ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയതും ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒത്തിരി ഇട്ടത് തിളപ്പിക്കുകയൊന്നും വേണ്ട. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടിയ ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഇനുസ്മിനി.